ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. CSS, അതായത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ HTML ക്ലാസ്സിലൊക്കെ CSSന്റെ കോഡാണ് ഇത് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് CSS, എന്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, CSS describes HTML elements are to be displayed on screen, paper or in other media. അതായത് CSS നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഫുൾ ഫോമിൽ തന്നെ ഉണ്ട്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അതായത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഈ ഒരു HTML എലമെന്റ്സ് എല്ലാം ഒരു സ്ക്രീനിൽ എങ്ങനെയൊക്കെ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയയിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു CSS ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് HTML ഒന്നുകൂടെ ഒന്ന് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലാംഗ്വേജിനും ഓരോ സിൻടാക്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ HTML ഓരോ സ്ട്രക്ചറാണ്. അതുപോലെ നമുക്ക് CSSനും ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് എങ്ങനെയൊക്കെയാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ CSS സിൻടാക്സ് ആണ് അടുത്ത് നോക്കുന്നത്. CSS rule consists of a selector and a declaration block. ഒരു സെലക്ടർ ഉണ്ടായിരിക്കും, പിന്നെ ഡിക്ലറേഷൻ ബ്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് സെലക്ടർ? ഇപ്പൊ ഇവിടെ കണ്ടോ, ഇതാണ് H1, ഇതൊരു സെലക്ടർ ആണ്. അതുപോലെ കളർ ബ്ലൂ, ഫോണ്ട് സൈസ് 12 പിക്സൽ. അപ്പൊ ഇത് രണ്ടും ഡിക്ലറേഷൻ ആണ്. അപ്പൊ ഇതിനെയാണ് സെലക്ടർ എന്നും ഡിക്ലറേഷൻ എന്നും പറയുന്നത്. അപ്പൊ ഒരു സി എസ് എസ് എഴുതുന്ന കോഡ് എഴുതുന്ന സമയത്ത് അതിൽ എന്തുണ്ടായിരിക്കും? സെലക്ടർ ഉണ്ടായിരിക്കും, അതുപോലെ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സെലക്ടറിനെ നമുക്ക് എന്ത് സ്റ്റൈൽ ചെയ്യേണ്ടത്, നമുക്ക് ഏതിനെയാണോ, ഏത് HTML എലമെന്റിനെയാണോ സ്റ്റൈൽ ചെയ്യേണ്ടത്, അതാണ് സെലക്ടർ ആയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ എന്തൊക്കെ സ്റ്റൈലുകളാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതാണ് ഈ ഒരു കേളി ബ്രേസിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുക. കേളി ബ്രേസിന്റെ ഉള്ളിൽ ആ ഒരു സെലക്ടർ, അതായത് ആ ഒരു HTML എലമെന്റിൽ എന്തൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതൊക്കെ, അതായത് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, അങ്ങനെ ഒരുപാട് ബോർഡേഴ്സ്, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കും. അപ്പം ആ ഒരു പ്രോപ്പർട്ടി അതിന്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്ത പോലെ സെമിക്കോളൻ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതി. അങ്ങനെ പിന്നെ അടുത്ത് എഴുതാം സെമിക്കോളൻ, അടുത്ത് എഴുതാം സെമിക്കോളൻ, എന്നിട്ട് ലാസ്റ്റ് ആണ് എന്ത് ക്ലോസ് ചെയ്യുള്ളൂ, കേളി ബ്രേസ് ക്ലോസ് ചെയ്യുള്ളൂ. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിക്ലറേഷൻ ബ്ലോക്ക് കണ്ടെയ്ൻ വൺ ഓർ മോർ ഡിക്ലറേഷൻ സെപ്പറേറ്റഡ് ബൈ സെമിക്കോളൻ. ഒന്നോ അതിലധികമോ ഡിക്ലറേഷൻസ് ഉണ്ടായിരിക്കും, സെമിക്കോളൻ വെച്ചിട്ടാണ് അത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈച്ച് ഡിക്ലറേഷൻ ഇൻക്ലൂഡ്സ് എ CSS പ്രോപ്പർട്ടി നെയിം ആൻഡ് വാല്യൂ സെപ്പറേറ്റഡ് ബൈ എ കോളൻ. അതായത് ഇതൊരു ഡിക്ലറേഷൻ ആണ്, ഇത് ഫസ്റ്റത്തെ ഡിക്ലറേഷൻ, ഇത് രണ്ടാമത്തെ ഡിക്ലറേഷൻ. അപ്പൊ ഈ ഡിക്ലറേഷനിൽ നമ്മൾ കളർ ഈക്വൽ ടു ബ്ലൂ എന്ന് കൊടുത്താൽ, ഈ കളർ എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിക്ക് അപ്ലൈ ചെയ്യുന്ന വാല്യൂ ആണ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിനെയും വാല്യൂനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? കോളൻ ആണ്, കോളൻ. ഇത്ര മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ഇനി മൾട്ടിപ്പിൾ CSS ഡിക്ലറേഷൻസ് ആർ സെപ്പറേറ്റഡ് വിത്ത് സെമിക്കോളൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒന്നിലധികം ഡിക്ലറേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സെമിക്കോളൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഡിക്ലറേഷൻ ബ്ലോക്സ് ആർ സറൗണ്ടഡ് ബൈ കേളി ബ്രേസസ്. ഡിക്ലറേഷൻസ് നമ്മൾ കേളി ബ്രേസിന്റെ ഉള്ളിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ അതിൽ ആദ്യം HTML കോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഡോക് ടൈപ്പ് HTML ഹെഡ്, അതുപോലെ ഹെഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബോഡിയിൽ എന്തൊക്കെയുണ്ട്? ഒരു പി ടാഗ്, സോറി, രണ്ട് പി ടാഗ് ഉണ്ട്. ഹലോ വേൾഡ്, ദീസ് പാരഗ്രാഫ്സ് ആർ സ്റ്റൈൽഡ് വിത്ത് CSS. അപ്പൊ ഇത് നമ്മൾ നേരത്തെ നമ്മൾ HTML ഒക്കെ ചെയ്ത പോലെ തന്നെ സാധാ പോലെ ചെയ്യാം. നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഈ ബോഡിയിലുള്ള ഈ ഒരു പി ടാഗിന്, അല്ലെങ്കിൽ ഈ രണ്ട് പി ടാഗിനെയും സ്റ്റൈൽ ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റൈൽ ചെയ്യേണ്ട കോഡ്, CSS കോഡ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു ടാഗിനുള്ളിലാണ് കൊടുക്കേണ്ടത്. സ്റ്റൈൽ ക്ലോസ് ചെയ്യാം. ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സ്റ്റൈൽ ചെയ്യേണ്ട കോഡൊക്കെ കൊടുക്കേണ്ടത്. CSS കോഡ്, CSSന്റെ എല്ലാ കോഡും ഇതിനുള്ളിലാണ് കൊടുക്കുക. നമുക്കിവിടെ പി എന്ന് പറയുന്ന ടാഗ്, ഈ ഒരു പി എന്ന് പറയുന്ന എലമെന്റിനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടത്. പി എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പീനല്ലേ നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാഗ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പി ജസ്റ്റ് ഓപ്പൺ, പി ഇങ്ങനെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഏതാണ് സ്റ്റൈൽ ചെയ്യേണ്ടത് ആ എലമെന്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? കേളി ബ്രേസ് ഓപ്പൺ ചെയ്യണം. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതൊക്കെ കൊടുക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് കളർ, പാരഗ്രാഫിന്റെ കളർ റെഡ് ആക്കിയിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ്, വാല്യൂ. അടുത്തത് രണ്ടാമത്തെ ടെക്സ്റ്റ് അലൈൻ കൊടുത്തിട്ടുണ്ട്, ഈക്വൽ ടു സെന്റർ എന്ന് കൊടുത്തു. എന്നിട്ടൊക്കെ എത്ര ഡിക്ലറേഷൻസ് ആണ് കൊടുക്കേണ്ടത് അതൊക്കെ സെമിക്കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രം കേളി ബ്രേസ് ക്ലോസ് ചെയ്യാം. അതിന് ശേഷം സ്റ്റൈൽ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇത്രയും പോർഷൻ എന്താണ്? CSSന്റെ കോഡാണ്. ബാക്കിയുള്ളതൊക്കെ HTMLന്റെ കോഡാണ്.
അപ്പം CSS എന്ന് പറയുന്നത് HTML-നുള്ളിൽ നമ്മൾ കൊടുക്കുന്ന കോഡാണ്. HTML-ലുള്ള എലമെന്റ്സിനേക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്യിക്കണം എന്നുള്ളതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CSS കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു HTML-ൽ നമ്മൾ CSS കോഡ് എഴുതണമെന്നുണ്ടെങ്കിൽ, അതായത് സെയിം ആ ഒരു പ്രോഗ്രാമിൽ തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന ടാഗാണ് സ്റ്റൈൽ ടാഗ്. ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് CSS സെലക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ ഈ ഒരു എക്സാമ്പിളിൽ എന്താണ് സെലക്ടർ? പി ടാഗ് ആയിരിക്കും അല്ലെ? പി ടാഗ് ആണ് സെലക്ടർ. നമുക്ക് സ്റ്റൈൽ ചെയ്യാനേ നമ്മൾ എടുക്കുന്ന ആ ഒരു ടാഗ്, ഇതിൽ ഈ പി ടാഗ് ആണ് സെലക്ടർ. നമുക്ക് എന്തിനൊക്കെ നമുക്ക് സെലക്ടർ ആയിട്ട് എടുക്കാം എന്നതാണ് നോക്കുന്നത് കേട്ടോ. CSS സെലക്ടേഴ്സ്. അപ്പോൾ CSS സെലക്ടേഴ്സ് ആർ യൂസ്ഡ് ടു ഫൈൻഡ് ദ HTML എലമെന്റ്സ് യു വാണ്ട് ടു സ്റ്റൈൽ. നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ട എലമെന്റ്സിനെ, അതിനെയാണ് നമ്മൾ സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 5 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയുണ്ട്? സിമ്പിൾ സെലക്ടേഴ്സ് ഉണ്ട്, കോമ്പിനേറ്റർ സെലക്ടേഴ്സ് ഉണ്ട്, സ്യൂഡോ സെലക്ടേഴ്സ്, സ്യൂഡോ എലമെന്റ് സെലക്ടേഴ്സ്, ആട്രിബ്യൂട്ട് സെലക്ടേഴ്സ്. ഫസ്റ്റ് CSS എലമെന്റ് സെലക്ടർ. എലമെന്റ് സെലക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു, അതേപോലെ അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ബോർഡിന്റെ ഉള്ളിലോട്ട് വരാം. ആദ്യം ബോർഡിന്റെ ഉള്ളിൽ ഇത്രയും കോഡാണുള്ളത്. ബോർഡിനുള്ളിൽ 3 പി ടാഗ് ആണുള്ളത്. നമുക്ക് ഈ 3 പി ടാഗിനും സെയിം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, സെയിം സ്റ്റൈലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റൈൽ ടാഗ്, ഇവിടെ ഹെഡിന്റെ ഉള്ളിൽ സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് കൊടുക്കുക? ആദ്യം ഈ പി ടാഗ്, നമുക്ക് പി അല്ലേ എലമെന്റ്, പി കൊടുത്തിട്ട് കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക. നമുക്ക് എന്തൊക്കെ ഡിക്ലറേഷൻസ് ആണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ സ്റ്റൈലാണ് കൊടുക്കേണ്ടത്, അത് കൊടുത്ത ശേഷം കേളി ബ്രേസ് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു എലമെന്റ് സെലക്ട് ചെയ്തിട്ട് ഒരു CSS എലമെന്റ്, സോറി, ഒരു HTML എലമെന്റിന് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ഇതാ ഇങ്ങനെയായിരിക്കും വരിക. ഇവിടെ ഈ പി എന്ന് കൊടുക്കുമ്പോൾ ഈ 3 പിക്കും, ഇതിൽ എത്ര പി ഉണ്ടോ അതിനൊക്കെ ബാധകമാവും. അതുകൊണ്ട് ഈ മൂന്ന് പാരഗ്രാഫിനും എന്ത് വരുന്നുണ്ട്? നമ്മളവിടെ കൊടുത്തിട്ടുള്ള സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നതാണ്. അടുത്തത് CSS ID സെലക്ടർ ആണ്. ID. അപ്പോൾ the ID selector uses the ID attribute of an HTML element to select a specific element. അതായത് ഒരു സ്പെസിഫിക് എലമെന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ID ഒക്കെ കൊടുക്കുന്നത്. The ID of an element is unique within a page, so the ID selector is used to select one unique element. അതായത് ID കൊടുത്ത് നമുക്ക് ഒരു യുണീക്ക് ID നമുക്ക് ഒന്നൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു യുണീക്ക് എലമെന്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ID യൂസ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് എലമെന്റിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ID യൂസ് ചെയ്യുന്നത്. ടു സെലക്ട് ആൻ എലമെന്റ് വിത്ത് എ സ്പെസിഫിക് ID. ഒരു സ്പെസിഫിക് ID വെച്ചിട്ട് നമുക്ക് ഒരു എലമെന്റിനെ സെലക്ട് ചെയ്യാൻ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ക്യാരക്ടർ. ഹാഷ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഈ ഒരു എലമെന്റ് ഐഡിന്റെ കൂടെ എഴുതേണ്ടത്. ഇതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ നോക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ എന്താ കൊടുത്തിട്ടുള്ളത്? അല്ലേ, ബോഡിനുള്ളിൽ 2 പി ടാഗ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ പി ടാഗിന് മാത്രം എന്ത് ചെയ്താൽ മതി? സ്റ്റൈൽ അപ്ലൈ ചെയ്താൽ മതി. നേരത്തെ നമ്മൾ കൊടുത്ത പോലെ കൊടുത്താൽ, ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കൊടുത്തു പി കൊടുത്തു, പിന്നെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് കളർ ടെക്സ്റ്റ് എലമെന്റ് കൊടുത്ത് കേളി ബ്രേസ് ക്ലോസ് ചെയ്താൽ ആ ഒരു ബോഡി പാർട്ടിൽ എത്ര പാരഗ്രാഫ് ഉണ്ടോ, എത്ര പി ടാഗ് ഉണ്ടോ, അതിലുള്ള എല്ലാ കണ്ടന്റിനും എന്താക്കും? ആ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യും. പക്ഷെ എനിക്കിതിൽ ഫസ്റ്റത്തെ ഈ ഒരു പിക്ക് മാത്രമാണ് സ്റ്റൈൽ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ഫസ്റ്റിലുള്ള ഈ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു പാരഗ്രാഫിന് മാത്രമാണ് സ്റ്റൈൽ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫസ്റ്റത്തെ ഈ പാരഗ്രാഫിൽ നമ്മളൊരു ID സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു എന്തെങ്കിലും ID, എന്ത് നെയിം കൊടുക്കാം. അപ്പം PID ഈക്വൽ ടു, ഇവിടെ para1 എന്നാണ്, ഡബിൾ കോട്ടിനുള്ളിൽ കൊടുക്കണം, para1 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു പി ടാഗിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ID ആണ് ഈ para1 എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ID വെച്ചിട്ട് നമുക്ക് സെലക്ടർ ആയിട്ട് നമ്മൾ ഇവിടെ ID ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ചാൽ, ഈ ഒരു ഹെല്ലോ വേൾഡ് എന്നുള്ളതിന് മാത്രമാണ് ഇത്രയും സ്റ്റൈലിൽ അപ്ലൈ ചെയ്യുള്ളൂ. അതായത് ഇതെങ്ങനെ കൊടുക്കേണ്ടത് നോക്കാം. നമുക്ക് സ്റ്റൈൽ ടാഗിനുള്ളിലാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്. സ്റ്റൈൽ ടാഗിനുള്ളിൽ എന്ത് കൊടുക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു സ്പെസിഫിക് ID ആണ് നമ്മൾ സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ കൊടുക്കുക. എന്നിട്ട് ആ ID-യുടെ പേരെന്താണ് അത് കൊടുക്കുക. para1 എന്ന് കൊടുത്തു, കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. നമുക്ക് എന്തൊക്കെ സ്റ്റൈലാണ് അപ്ലൈ ചെയ്യേണ്ടത് കൊടുത്തിട്ട് കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ para1 എന്ന് കൊടുത്താൽ ഏതാണോ para1 എന്ന് പറയുന്ന ID ഏതിനാണോ ഉള്ളത് അതിന് മാത്രമാണ് ഈ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു എക്സാമ്പിളിന്റെ ഔട്ട്പുട്ടാണ് ഇവിടെ ഹലോ വേൾഡ് എന്നതിന് മാത്രമാണ് സെൻറ്റർ റൈറ്റ് അലൈൻമെന്റും അതുപോലെ റെഡ് കളർ വന്നിട്ടുള്ളത്. മറ്റേ രണ്ടാമത്തെ പാരഗ്രാഫിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഈ ഇല്ലാതെ വെറും പി മാത്രമാണെങ്കിൽ ഇത് രണ്ടിനും ഇതിന് ബാധകമാവും. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ID വെച്ചിട്ട് എങ്ങനെയാണ് ഒരു എലമെന്റിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കിയിട്ടുള്ളത്. ID ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ,
അപ്പോൾ ഈ പി ടാഗിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കണം. പി ടാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ. അപ്പം ഈ ഒരു പി ടാഗിന് ഐ ഡി കൊടുക്കാറുമ്പോൾ ആ ഒരു ഗ്രേറ്റർ ദാൻ സൈൻ ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ നെയിം കൊടുക്കാം. എന്നിട്ടാണ് കണ്ടന്റ് എഴുതേണ്ടത്. മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഇവിടെ ഒരു നോട്ട് ഉണ്ട്. ദ ഐ ഡി ആൻഡ് ഐ ഡി നെയിം കനോട്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ. ദ ഐ ഡി നെയിം നമുക്ക് നമ്പർ വെച്ചിട്ട് 1 പാര എന്ന് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്തേ പറ്റുള്ളൂ? പാര 1, പാര 2 അങ്ങനെയാണ് പറ്റുള്ളൂ. നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്തത് CSS ക്ലാസ് സെലക്ടർ ആണ്. ക്ലാസ് സെലക്ടർ. The class selector selects HTML elements with a specific class attribute. നേരത്തെ നമ്മൾ ഐ ഡി സെലക്ടർ ആയിരുന്നു. അവിടെ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു HTML എലമെന്റിന് നമ്മൾ ക്ലാസ് ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്ലാസ് സ്പെസിഫിക് ക്ലാസ് വെച്ചിട്ടാണ് ഒരു എലമെന്റിനെ സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഡോട്ട് എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ പീരിയഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പീരിയഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ നോക്കാം, ഒന്നുകൂടെ മനസ്സിലാവും. ഇവിടെ രണ്ട് എലമെന്റ്സ് ഉണ്ട് ഈ ഒരു HTML. ഓക്കെ, ഈ ബോർഡിന്റെ ഉള്ളിൽ H1 ഉണ്ട്, അതുപോലെ പാരഗ്രാഫ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? H1 ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്. അപ്പൊ H1 എന്താണ്? റെഡ് ആൻഡ് സെന്റർ അലൈൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പാരഗ്രാഫിൽ റെഡ് ആൻഡ് സെന്റർ അലൈൻമെന്റ് പാരഗ്രാഫ് അലൈൻഡ് പാരഗ്രാഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ H1 P ഇത് രണ്ടും രണ്ട് എലമെന്റ്സ് ആണ്. അപ്പൊ ഇതിന് രണ്ടും നമ്മൾ ക്ലാസ് നെയിം ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലാസ് നെയിം നമുക്ക് മോർ ദാൻ വൺ ക്ലാസ്, ഒരു എലമെന്റിന് അല്ല ഒന്നിലധികം എലമെന്റ്സിന് ആ ഒരു സെയിം ക്ലാസ് നെയിം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. HTML എലമെന്റ്സ് ക്യാൻ ഓൾസോ റിഫേഴ്സ് ടു മോർ ദാൻ വൺ ക്ലാസ്. ഒന്നിലധികം ക്ലാസ് നമുക്ക് റിഫർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കൂ, ക്ലാസ് നെയിം എന്താ കൊടുത്തിട്ടുള്ളത്? സെന്റർ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ രണ്ടാമത്തതിലും ക്ലാസ് നെയിം ഈക്വൽ ടു സെന്റർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഈ ഒരു എലമെന്റിനെ സെലക്ട് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ക്ലാസ് നെയിം ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഡോട്ട് സെന്റർ എന്ന് പറയുന്നതാണ് ക്ലാസ് നെയിം. കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. പിന്നെ നമുക്ക് കൊടുക്കേണ്ട സ്റ്റൈൽ ചെയ്യേണ്ട കോഡുകൾ കൊടുത്തിട്ട് കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് ഇവിടെ ക്ലാസ് നെയിം വെച്ചിട്ടും ഐ ഡി വെച്ചിട്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ക്ലാസ് നെയിം വെച്ചിട്ടും അതുപോലെ ഐ ഡി വെച്ചിട്ടും നമുക്ക് ഈ ഒരു എലമെന്റിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലാസ് നെയിം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഡോട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ക്ലാസ് നെയിമിന് മുന്നേ ഡോട്ട് കൊടുക്കണം. ഐ ഡി ആണെങ്കിൽ ഹാഷ് ആണ് കൊടുക്കേണ്ടത്. ഇത്ര മാത്രം ഓർത്ത് വെക്കാം. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ഈ ബോർഡിനുള്ളിൽ 3 എലമെന്റ്സ് ആണുള്ളത്. H1 ഉണ്ട്, 2 പി ടാഗുകൾ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ H1 സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് നെയിം ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പി ടാഗിനും സെന്റർ കൊടുത്തിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ പി ക്ലാസ്സിന് കൊടുത്തിട്ടുണ്ട് സെന്റർ ലാർജ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ക്ലാസ് നെയിം. നമുക്ക് ഫസ്റ്റ് ഈ ഒരേ ക്ലാസ് നെയിം വരുന്നതിനെ നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ H1നും എന്തുണ്ട്? സെന്റർ ഉണ്ട്, പിക്കും സെന്റർ ഉണ്ട്. നമുക്കിവിടെ പാരഗ്രാഫിലെ ഈ ഒരു സെന്ററിനാണ് സ്റ്റൈൽ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം? പാരഗ്രാഫ് എന്ന് പറയുന്ന ഈ ഒരു പി എന്ന് പറയുന്ന എലമെന്റ് സെലക്ട് ചെയ്തിട്ട് അതേ ഡോട്ട് സെന്റർ എന്ന് കൊടുക്കാം. എന്നിട്ട് കേളി ബ്രേസ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ട കോഡൊക്കെ എഴുതാം. അപ്പൊ ഇത് മാത്രം ഓർത്ത് വെക്കുക. അതായത് പി ഡോട്ട് സെന്റർ എന്ന് പി കൊടുക്കാൻ കാരണം എന്താ? ഇവിടെ രണ്ട് H1നും പിക്കും എന്താണ്? സെന്റർ എന്ന് പറയുന്ന ഈ ഒരു സെന്റർ എന്ന് പറയുന്നതാണ് എന്തുള്ളത്? ക്ലാസ് നെയിം ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിപ്പോൾ H1ന് സ്റ്റൈൽ ചെയ്യേണ്ട, പകരം പിക്ക് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു എലമെന്റ് സെലക്ട് ചെയ്യുക. അതായത് ഒരേ നെയിം വരുമ്പോഴാണ് ഇത് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ എലമെന്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ ക്ലാസ് നെയിം എന്താണോ അത് കൊടുക്കുക. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് അതിന്റെ സ്റ്റൈൽ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. കണ്ടില്ലേ? ഇങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്. H1ന് എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല. രണ്ടാമത്തെ പാരാഗ്രാഫിന് മാറ്റം വന്നോ? പിന്നെ മൂന്നാമത്തെ ആ ഒരു എലമെന്റിന് നമ്മളവിടെ സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഐഡിന്റെ കേസിൽ പറഞ്ഞ പോലെ ക്ലാസ് നെയിം കനോട്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ. ക്ലാസ് നെയിമും നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അടുത്തത് CSS യൂണിവേഴ്സൽ സെലക്ടർ എന്നുള്ളതാണ്. യൂണിവേഴ്സൽ സെലക്ടർ. ദ യൂണിവേഴ്സൽ സെലക്ടർ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് സ്റ്റാർ എന്ന് പറയുന്നത്. സെലക്ട്സ് ഓൾ HTML എലമെന്റ്സ് ഓൺ ദ പേജ്. അതായത് ആ പേജിലുള്ള എല്ലാ HTML എലമെന്റിനെയും സെലക്ട് ചെയ്യാനാണ് സ്റ്റാർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെലക്ടർ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ H1 ഉണ്ട്, പി ഉണ്ട്, രണ്ടാമത്തെ പി ഉണ്ട്, മൂന്നാമത്തെ പി. ഇത്രയാണ് ഈ ഒരു HTML കോഡിനകത്തുള്ളത്. അപ്പൊ നമുക്ക് ഇതിന് എല്ലാത്തിനും ഈ 4 എലമെന്റിനും സെയിം സ്റ്റൈലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സ്റ്റാർ ഇടുക, എന്നിട്ട് കേളി ബ്രേസ് ഓപ്പൺ ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് അലൈൻ സെന്റർ കൊടുത്തിട്ടുണ്ട്, കളർ ഈക്വൽ ടു ബ്ലൂ എന്നും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേളി ബ്രേസ് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇതെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ
ഈ ഒരു എച്ച് ടി എം എല്ലിന്റെ ബോഡി പാർട്ടിൽ എത്രയൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതിനൊക്കെ ഈ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ അതിനാണ് CSS യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറയുന്നത്. നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന സിമ്പിളാണ് സ്റ്റാർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, അതിലുള്ള എല്ലാത്തിനും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് CSS ഗ്രൂപ്പിംഗ് സെലക്ടർ ആണ്. ഗ്രൂപ്പിംഗ് സെലക്ടർ പേരിൽ കണ്ടില്ലേ, ഗ്രൂപ്പിംഗ്. The grouping selector selects all the HTML elements with the same style definitions. എല്ലാ HTML എലമെന്റിനും സെയിം സ്റ്റൈൽ ഡെഫിനിഷൻ, ഇതൊക്കെ ഒരേപോലെ തന്നെയാണ് പറയുന്നത്, പക്ഷെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. സെയിം സ്റ്റൈൽ ഡെഫിനിഷൻസ്. അതായത് ഇവിടെ ബോഡിയിൽ H1 ഉണ്ട്, H2 ഉണ്ട്, P ഉണ്ട്. നമുക്ക് ഇതിനെല്ലാത്തിനും സെയിം സ്റ്റൈലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. ഒന്നെങ്കിൽ ഇതിലുള്ള എല്ലാത്തിനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. അതായത് ഇതിൽ ഫസ്റ്റ് എലമെന്റ് എന്താണ്, H1, രണ്ടാമത്തെ എലമെന്റ് H2, മൂന്നാമത്തെ എലമെന്റ് P. ഈ മൂന്നും കോമ ഇട്ടിട്ട് കൊടുത്ത ശേഷം കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കൊടുക്കേണ്ട സ്റ്റൈലൊക്കെ കൊടുക്കുക, കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയും നമുക്ക് ഒരു CSSനെ ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാത്തിനും അതിൽ നമ്മൾ ഇവിടെ ഏതൊക്കെ എലമെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതിനൊക്കെ ഇത് അപ്ലൈ ചെയ്യും. ഇവിടെ വേറൊരു പി ടാഗ് കൂടി ഉണ്ട്. പി ടാഗ് ഇനി കൊടുത്തതുണ്ടാവും. ഇനി H3 കൊടുത്തു, H3 കൊടുത്തു, ഹായ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, H3 ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ H1, H2, P മാത്രമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് മാത്രം അത് സ്റ്റൈൽ ചെയ്യില്ല, ബാക്കി മൂന്നെണ്ണത്തിനും സ്റ്റൈൽ ചെയ്യും. ഇവിടെ P കഴിഞ്ഞിട്ട് H3 കൂടി ഉണ്ടെങ്കിൽ ഇതെല്ലാത്തിനും എന്താകും, സ്റ്റൈൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ ചെറിയൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്, സ്റ്റാർ, എലമെന്റ്, പിന്നെ മൾട്ടിപ്പിൾ എലമെന്റ്സ് വരുമ്പോൾ എന്താണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് CSS എന്ന് പറഞ്ഞു. അതുപോലെ എങ്ങനെയൊക്കെ ഒരു CSS എങ്ങനെയൊക്കെ അതിന്റെ എലമെന്റ്സിനെ സെലക്ട് ചെയ്യാം, എന്തിനു വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതും പഠിച്ചു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് CSS കമന്റ്സ്. Comments are used to explain the code and may help you edit the source code at a later date. Comments are ignored by browsers. അതായത് ആദ്യം എന്താണ് കമന്റ് എന്ന് നോക്കാം. കമന്റ് എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ടും ചെയ്യാത്തൊരു കോഡാണ്. നമുക്കിപ്പോൾ ഒരു കോഡ് നമ്മൾ എഴുതുന്ന സമയത്ത് ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ കോഡിന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പ്രോഗ്രാം കോഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഇവിടെ എന്തുണ്ട്, സപ്പോസ് ഈ ബോർഡിനുള്ളിൽ നമ്മൾ കൊടുക്കുകയാണ്, ബോഡിന്റെ മേലേക്ക് കൊടുക്കണം, ദിസ് ഈസ് ബോഡി പാർട്ട് എന്ന് ജസ്റ്റ് കൊടുത്തു. ഓക്കെ, ദിസ് ഈസ് ബോഡി പാർട്ട് എന്ന് കൊടുത്തു. അപ്പം ഇത് ഇങ്ങനെ കൊടുത്താൽ, അതായത് ഒരു സ്ലാഷ് ഒന്നും ഇല്ലാതെ കൊടുത്താൽ അത് അതിൽ വിസിബിൾ ആവും. അത് പറ്റില്ല. നമുക്ക് ജസ്റ്റ് ആ കോഡ് വായിക്കുന്ന സമയത്ത് ഈ ഇത്രയും കോഡ് ഇന്നതിന് വേണ്ടിയിട്ടാണ്, ഈ സെക്ഷൻ ഇന്നതിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കണം ആ കോഡ് വായിക്കുന്ന സമയത്ത്. പക്ഷെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വിസിബിൾ ആവാൻ പറ്റുമോ, അത് പറ്റില്ല. കാരണം ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. അത് സപ്പോസ് ഇപ്പൊ നമുക്ക് വേണ്ടി മാത്രമല്ല, അപ്പൊ നമ്മളൊരു പ്രോഗ്രാം കോഡ് എഴുതി പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് വേറെ ആൾ വന്നിട്ട് ഈ ഒരു പ്രോഗ്രാം കോഡ് വായിക്കുന്ന സമയത്ത് അത് അയാൾക്ക് കൂടി മനസ്സിലാവണം ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ല ഈ ഒരു ലൈൻ ഇത്രയും കോഡുകൾ കൊണ്ട് എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഒരു കമന്റ് ചെയ്യും, ഈ ഒരു പാർട്ട് ഇതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കും. അപ്പൊ അതിനാണ് കമന്റ് ചെയ്യാന്ന് പറയുന്നത്. അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കാണോ, ഇല്ല, ജസ്റ്റ് ആ ഒരു പ്രോഗ്രാം കോഡിൽ മാത്രമാണ് അത് ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, കമന്റ്സ് ആർ ഇഗ്നോർഡ് ബൈ ബ്രൗസേഴ്സ്. CSS കമന്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് സ്റ്റൈൽ എലമെന്റ് ആൻഡ് സ്റ്റാർട്ട് വിത്ത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഒരു CSSന്റെ കമന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് /* എന്നിട്ട് നമുക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന് കൊടുക്കാം. ദിസ് ഈസ് ബോഡി പാർട്ട് ജസ്റ്റ് കൊടുത്തു. എന്നിട്ട് ഇവിടെ */ ഇതിന്റെയും ഇടയിലുള്ളതാണ് നമുക്ക് കമന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു സിമ്പിൾ ഈ ഒരു /**/ ഇതിന്റെ ഉള്ളിൽ നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമാണ് അത് എന്താവുള്ളൂ, ബ്രൗസർ ഇഗ്നോർ ചെയ്യുള്ളൂ. കമന്റ് ആണ് ബ്രൗസറിന് മനസ്സിലാവും അത്. ഓക്കെ, യു ക്യാൻ ആഡ് കമന്റ്സ് വേർ എവർ യു വാണ്ട് ഇൻ ദി കോഡ്. നമുക്ക് നമ്മുടെ ഈ ഒരു കോഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കമന്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് സ്പാൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഒന്നിലധികം കോഡ്, ഇപ്പൊ സപ്പോസ് നമുക്കിപ്പം ഈ 2 കോഡ് നമുക്ക് തൽക്കാലത്തേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ, അതല്ലാതെ HTML ഈ രണ്ട് കോഡ് നമുക്ക് 2 ലൈനും നമുക്ക് തൽക്കാലത്തേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ Pന്റെ മുന്നിൽ നമുക്ക് */ കൊടുക്കാം. എന്നിട്ട് ഈ കേളി ബ്രേസ് കഴിഞ്ഞിട്ട് */ കൊടുത്താൽ ഇത്രയും ബ്ലോക്ക് ഈ ഒരു സിംബൽസ് ഒഴിവാക്കുന്നത് വരെ എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമന്റ് ചെയ്യാൻ പറ്റും.
പിന്നെ HTML ആൻഡ് CSS കമന്റ്സ്. അപ്പോൾ നമുക്ക് ഏതൊരു ലാംഗ്വേജിലും എന്തുണ്ടായിരിക്കും, കമന്റ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ HTML ഉള്ള കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ HTML എങ്ങനെയാണ് കമന്റ് ചെയ്യുക? HTML നമ്മൾ കമന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആണ്. ഇത് നെറ്റ് ലാസ്റ്റ് ഇത് കൊടുക്കാം. പിന്നെ എന്താണോ കമന്റ് ചെയ്യുന്നത് അത് കൊടുക്കാം. എന്നിട്ട് ഇതാണ് HTML നമ്മൾ കൊടുക്കേണ്ടത്. CSS ആണെങ്കിൽ എന്ത് ചെയ്യാം? സ്ലാഷ് സ്റ്റാർ സ്റ്റാർ സ്ലാഷ്. ഓക്കെ, നമുക്ക് ഈ സ്റ്റൈൽ ടാഗിന്റെ ഉള്ളിലാണ്. CSSന്റെ കൂടെ എവിടെയാണോ അവിടെ കമന്റ് ചെയ്യണമെങ്കിൽ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. HTMLന്റെ കൂടെ എവിടെയാണോ അതിന് കമന്റ് ചെയ്യാൻ ഈ ഒരു സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ കണ്ടപ്പോൾ നമ്മൾ കമന്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ടെക്സ്റ്റ് കളർ ടു റെഡ് എന്നുള്ളത്. പക്ഷെ ഇവിടെ റൺ ചെയ്ത സമയത്ത് ഔട്ട്പുട്ടിൽ അത് കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് കമന്റിന്റെ പ്രത്യേകത. നമുക്ക് ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടിയിട്ട്, ഇത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കമന്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്താണ് CSS എന്ന് പറഞ്ഞു, എങ്ങനെയൊക്കെ നമുക്കൊരു CSS ഒരു HTML എലമെന്റിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ, സെലക്ട് ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞു. കമന്റിനെ കുറിച്ച് പറഞ്ഞു. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.